നിന്നോട് അവൻ ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ തന്നെയാ എന്നോടും പറഞ്ഞത്. കുറച്ചു നാളായി ഞാൻ എന്തു ചോദിച്ചാലും എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു. നാട്ടിൽ പരമുവിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അങ്ങനെ പറയത്തക്ക കൂട്ടുകാരുമില്ല. വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത്. അധികകാലം തങ്ങാറുമില്ലായിരുന്നു. ആ പെട്ടി നിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. ആരെ ഏൽപ്പിക്കും? അച്ഛനെ. ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ? ഞാൻ പോയി അന്വേഷിക്കാം സാർ. വേണ്ട, നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മഹർഷി മാത്യൂസ്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, 1 മണിക്കൂറിനകം അയാൾ വിവരം പറയും. കൂടുതൽ ആൾക്കാർ അറിയണ്ടെന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ബട്ട് ടുഡേ ഈസ് ദി 10th ഡേ. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? 1 സെക്കൻഡ്, വിളിക്കാം. സാറേ, സായിപ്പ്. ഹലോ, മഹർഷിയല്ലേ? ആ, ഇത് ഞാനാ, മക്ഫേഴ്സൺ. ഓഫ് കോഴ്സ്, ആഫ്റ്റർ എ വെരി ലോങ് പീരീഡ്. അതെനിക്കറിയാം. ഈ നാട്ടിലോ? ഐ സീ. എനിവേ, ഇറ്റ്സ് വെരി ഫണ്ണി. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിയെടുത്തോട്ടെ. പേരെന്താ? ഹൈമി. ഹൈമി, നിയർ മാർക്കറ്റ്. ഓക്കെ, 2 മണിക്കൂറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. അവളെ വിടരുത്. ഡോണ്ട് വറി മാക്, ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു. ഓക്കെ? എന്താ സാറേ, അവനവിടെ എത്തിയില്ലേ? എത്തി, പക്ഷെ കടന്നു കളഞ്ഞു. മക്ഫേഴ്സൺ ഹൈമിയെ ചോദ്യം ചെയ്തു. സ്മാർട്ട് ഗേൾ. അവള് തന്നെ പറ്റിയില്ല. പണം അവളുടെ വീട്ടിലുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതെന്താ? അവള് ബുദ്ധിയുള്ളവളാണ്. പരമു ഏതായാലും പോയി. ഇനി തന്നെ കൂടെ പിണക്കണ്ടെന്ന് കരുതി കാണൂ. അഥവാ ഇനി പണം തന്റെ കയ്യിലാണെങ്കിൽ ഒരുവിധം അവക്കും ചോദിക്കാമല്ലോ. അവൻ ഗീതയും കൊണ്ട് കടന്നു കാണും. പരമു തീർച്ചയായും പണം ചോദിക്കാൻ എന്റെ അടുത്ത് വരും. ഇനി സായിപ്പിനോട് എന്ത് പറയും? അവളുടെ വീട്ടിൽ പണം ഇല്ലെന്ന് പറഞ്ഞാലോ? നമ്മൾ ഭൈമയുടെ വീട്ടിൽ പോകാതെ പോയി എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. മക്ഫേഴ്സൺ അത് വിശ്വസിക്കാതെ നേരിട്ട് വന്ന് അന്വേഷിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? ഭൈമിക്ക് 2 തല്ലു കൊടുക്കുമ്പോ ഭൈമി ചിലപ്പോ തന്റെ പേര് പറഞ്ഞെന്നിരിക്കും. അയാൾ തീർച്ചയായും നമ്മളെ സംശയിക്കും. ഈ അവസരത്തിൽ അയാൾ കൂടെ ശത്രുവാകുന്നത് നല്ലതല്ല. പിന്നെ എന്ത് ചെയ്യും? അവളുടെ അച്ഛനെ വിളിച്ചു നിർത്തി ചോദിക്കാം, ഇവിടെ പരമു ഒരു പെട്ടി കൊണ്ടുവന്നിരുന്നോന്ന്. ഭാഗ്യത്തിന് പരമു വന്ന് താനും ഞാനും ഗീതയും അല്ലാതെ ഒരു കുഞ്ഞു നാട്ടിൽ അറിഞ്ഞിട്ടില്ല. അത് കൊള്ളാം. എന്നാ നമുക്ക് ഇറങ്ങാൻ സാറേ, നേരം കളയണ്ട. സായിപ്പ് നമ്മുടെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഹലോ, അതെ, എന്തായി? പെട്ടി എന്റെ വീട്ടിലുണ്ടായിരിക്കണേ. പെട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ സാർ? പരമു നിന്റെ വീട്ടിൽ ചെന്നിട്ടില്ല, ആ നാട്ടിലേ ചെന്നിട്ടില്ല. എന്റെ ഭഗവാനെ, എന്തൊരു ചതിയാണിത്. ഭൈമി, നിന്നെ എനിക്ക് ഉപദ്രവിക്കണമെന്നില്ല. നീ പറഞ്ഞതൊക്കെ നമുക്ക് 2 പേർക്കും മറക്കാം. ഇനിയെങ്കിലും സത്യം പറഞ്ഞാൽ മതി. പറയൂ, പരമ എവിടെ? എന്നോട് ഇനി ഇങ്ങനെ ചോദിക്കാതെ സാർ. നിന്നോടാ ചോദിച്ചത്, പരമ എവിടെയെന്ന്. പറയടി, ആരുടെ കയ്യിലാ പരമ വെട്ടി കൊടുത്തത്? ജോണിയുടെ കയ്യിൽ.
കാവിൽ ജോണിയോ? അതെ, അയാളും പരവുമായിട്ട് എന്ത് ബന്ധം? കൂട്ടുകാരനാണ്. പണക്കാരനായ ജോണി ആ തെണ്ടിയുടെ കൂട്ടുകാരനാണല്ലേ? നീ പറയുന്ന എന്ത് നുണയും ഞാൻ വിശ്വസിക്കും നീ വിചാരിച്ചു അല്ലേ? ലോക്ക് ദി ഡോർ. യെസ് സർ. ഒരു കാരണവശാലും ഞാൻ വരുന്നവരെ അവൾ രക്ഷപ്പെടരുത്. ആഹാരം എന്തെങ്കിലും കൊടുത്തേക്ക്. അവൾ ചാവാൻ പാടില്ല. പരമു എന്നാൽ എന്ത് ചെയ്യണം സർ? കൊല്ലരുത്, രക്ഷപ്പെടുകയായിരുന്നു. മനസ്സിലായോ? ശരി, ഓക്കെ സർ. ഓക്കെ. ആർക്ക് വേണ്ടിയാ ദേവിയോട് പ്രാർത്ഥിച്ചത്? പറയൂ. നമുക്ക് വേണ്ടിയാ? അത് വേറെ പാർട്ടിക്ക് വേണ്ടിയാ. അതേത് പാർട്ടിയാ? ഈ പാർട്ടിക്ക്. കാറിന് വേണ്ടിയോ? 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചാൽ 100 കിലോമീറ്റർ ഓടണേ, എഞ്ചിൻ പണിയൊന്നും വരുത്തരുതേ, കാശ് കടം പറയുന്ന ദരിദ്രവാസികളൊന്നും വന്ന് കയറരുതേ എന്നെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിലറിയണം ദേവിയുടെ എടുക്കും. പാവം ദേവി, ഇനി ഓട്ടോമൊബൈൽ മെക്കാനിസം കൂടെ പഠിക്കേണ്ടി വരുന്ന തോന്നേ. നല്ലത് വരുത്തുന്നതിന് പ്രാർത്ഥിച്ചൂടെ? അത് തന്നെയല്ലേ പ്രാർത്ഥിച്ചത്. 1 ലിറ്റർ കൊണ്ട് 100 കിലോമീറ്റർ ഓടിയാൽ നമ്മളെ നല്ല കാലമല്ലേ കുഞ്ഞേ? അല്ലേ? നമ്മൾ ദേവിയോട് ഓരോന്ന് ചോദിച്ചാൽ മാത്രം പോരാ, അത് നടത്തി തരാനുള്ള മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു മിസി, എന്നെ തട്ടിയിട്ടേ ചോടല്ലേ. മുമ്പിലും പുറവിലും തോക്കും കുറുവടിയുമായിട്ട് 2 പേരുണ്ട്. തട്ടിക്കളയാൻ മടിക്കുന്നവരല്ല. ആ വാതിലടയ്ക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ. താനൊരാണല്ലേടോ? ഞാൻ എന്ത് ചെയ്യാനാ? വാതിലടയ്ക്ക്. ഇതിനെല്ലാം കൂടി എന്ത് വില വരുമെന്നറിയാമോ? ഇല്ല. ചുരുങ്ങിയതൊരു 45,000 രൂപയെങ്കിലും വരും. ഇത് തനിക്കുള്ളതാ. ദേവി ഇതെന്നെ രക്ഷിക്കണം. എന്റെ പൊന്നു മെസ്സി, തല പോകുന്ന കാര്യമൊന്നും പറയല്ലേ. സായിപ്പ് എന്നെ കൊന്ന് കെട്ടിത്തൂക്കും. താൻ ഈ ജന്മം മുഴുവൻ വെച്ച് വിളമ്പിയാ കിട്ടൂ 45,000 രൂപ. ഇതാ, എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ. മുതലാളിയുടെ അകത്തുണ്ട്. എന്താടാ? ഒളിച്ചോടി പോയ ഭയമി വന്നിട്ടുണ്ടെന്ന്. എവിടെ? അവളുടെ വീട്ടിൽ എന്തോ അസുഖം കൊണ്ടാ വന്നിരിക്കുന്നത്. ബോധം വിട്ട് കിടക്കുക. നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അവളുടെ വീട്ടിൽ നിന്നാ വരുന്നത്. മുതലാളിയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വെക്കോ, ഞാനങ്ങ് വന്നേക്കാം. വേണ്ട വേണ്ട, എണീക്കണ്ട, കിടന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഞങ്ങളെല്ലാം അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെ അതെ, ഞാൻ വന്ന് കാണുമ്പോ ആകെ വല്ലാത്തൊരു നിലയിലായിരുന്നു. എല്ലാരും ഒന്ന് വെളിയിലേക്ക് ഇറങ്ങണം. എനിക്ക് ജോണിയോട് അല്പം സംസാരിക്കാനുണ്ട്. തന്നോടും കൂടിയാ പറഞ്ഞത്. ആ കഥ കടച്ചേക്കൂ. എന്താ?
പരമോണ്ണം വന്നിരുന്നോ? വല്ലതും ഏൽപ്പിച്ചോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഭൈമിയും പറയണ്ട. പരമ വന്നിരുന്നു, 1 കോടി രൂപ എന്നെ ഏൽപ്പിച്ചു. എന്റെ പരദേവതേ, ഞാനെല്ലാം അറിഞ്ഞു. ഭൈമി എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? ഞാന് വേണ്ട, എല്ലാം വിശദമായി പിന്നെ പറയാം. സായിപ്പിനി ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല. അഥവാ വന്നാലും ഞാൻ നോക്കിക്കോളാം. പരമുവിന്റെ കാര്യമാണല്ലോ ഒരു പിടിയും കിട്ടാത്തത്. ഭൈമി അറിഞ്ഞോ? ഉണ്ണിത്താന്റെ മകൾ ഗീതയും കൊണ്ടാവും കടന്നു കളഞ്ഞത്. എവിടെ ചെന്നാലും അവന് ഗതി കിട്ടില്ല. തെണ്ടി. ഇനി രൂപയുടെ വീതം ചോദിക്കാൻ വരുമോ? ആര് കൊടുക്കാൻ? അത് മുഴുവൻ നമുക്ക് സമമായി ഭാഗിക്കാം. ഭാഗ്യത്തിന് എന്റെ ഈ തന്നതിനെ കുറിച്ച് സായിപ്പിന് യാതൊരു അറിവുമില്ല. ഞാൻ പോയിട്ട് വരാം. ഭൈമി ഏതായാലും 2-3 ദിവസത്തേക്ക് വിശ്രമിക്കും. ആരോടും അധികം സംസാരിക്കുകയും വേണ്ട. ഇടയ്ക്ക് ഞാൻ വരാം. ഇതിരിക്കട്ടെ. പിന്നെ പണത്തിന് എന്താവശ്യമുണ്ടായാലും പറയാൻ മടിക്കരുത്. ഞാൻ വരട്ടെ. ഭൈമിയുടെ മുമ്പിൽ ഞാൻ വലിയൊരു കടക്കാരനാ. 50 ലക്ഷം രൂപയുടെ കടക്കാരൻ. ഞാൻ വരട്ടെ. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നല്ല സാധനം തരുന്നത്. ഞാൻ സാധാരണ ചാരായമാണ് കുടിക്കുന്നത്. ദേ ഇന്ന് മുതൽ ഞാൻ അവിടുത്തെ ദാസനാണ്. മെയിൻ റോഡിൽ ഞാൻ പണിയുന്ന ബിൽഡിങ്ങിന്റെ പീടിമുറികൾ സദാരാമൻ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലയോ, ഒരു വൈദ്യശാല തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു മുറി എനിക്ക് വാടകയ്ക്ക് തന്നൂടെ? വാടകയ്ക്കല്ല, തന്റെ പേരിൽ ഞാൻ തീർ എഴുതരും. ഈ പറയുന്നത് സത്യമാണോ? പിന്നെ ഇത് ഉറക്ക ഗുളികളാണ്. 20 എണ്ണം. 20 മരച്ചു കലക്കി ഇന്ന് രാത്രി തന്നെ ഭൈമിക്ക് കൊടുക്കണം. ഒരിക്കലും ഉണരരുത്. സാധിക്കുമോ തനിക്ക്? നാളെ തന്നെ ആധാരം നടത്താം. അവിടുത്തെ ഉറക്കുകളുടെ ഫലസിദ്ധി എനിക്ക് നിശ്ചയമില്ല. ചിലപ്പോ 2 ദിവസം കിടന്നുറങ്ങിയിട്ട് ചാടി എണീറ്റ് പോവും. പക്ഷേങ്കിൽ കട്ടായമായി ഫലം ചെയ്യുന്ന ഒരു മരുന്ന് എന്റെ വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഇച്ചിരി അങ്ങോട്ട് കൊടുത്താൽ ഒരാന പോലും ചരിഞ്ഞു പോകും. ആ, അതൊക്കെ സദാരാമന്റെ ഇഷ്ടം. നാളെ നേരം വെളുക്കുമ്പോൾ ഭൈമിക്ക് ജീവൻ ഉണ്ടാകരുത്. കേസും പൊല്ലാപ്പൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ബ്രഹ്മാവിനാണോ ആയത്തിന് പഞ്ഞം? എങ്കിൽ സമയം കളയണ്ട. വീട്ടിൽ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് വയ്ക്കും. രാത്രി ഞാൻ അവിടെ എത്തിക്കോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അസുഖം പിന്നെയും കൂടി. അവൾ അകത്ത് ഉരുണ്ട് പറയുകയാണ്. വൈദ്യർ വന്നില്ലേ? വന്നു, അകത്തുണ്ട്. ഛെ, എന്തൊരു കാലക്കേടാണ്. ആ വൈദ്യരെ ഇങ്ങോട്ട് വിളിക്കും. തനിക്കാകാമെങ്കിൽ ഏറ്റാ മതിയായിരുന്നല്ലോ. സത്യം പറ, ഭൈമിക്ക് എന്താ അസുഖം? ഇനി പട്ടണത്തിൽ ഏതെങ്കിലും നല്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പറ. ഉടനെ എന്റെ വണ്ടിയിലേക്ക് ഏറ്റ്. ആര് വിചാരിച്ചാലും ഇനി രക്ഷയില്ല. ഹൃദയസ്തംഭനമാണ്. 5 മിനിറ്റ്. അയ്യോ ഭൈമി. ഭൈമി, ഭൈമി. എന്റെ ഭൈമി.
ആരും പിടിക്കില്ല, ഞാൻ ശരിയാണ്. ജോണി മുതലാളി എന്റെ പുറകിലുള്ളപ്പോ എനിക്ക് എന്തോ പേടി. കാരണം എന്നാ, ജോണി മുതലാളിയാണ് എന്റെ പുറകെ വരുന്നത്. ആര് പറഞ്ഞിട്ടാ ഞാൻ ബൈമേക്ക് വന്നത്? ജോണി മുതലാളി പറഞ്ഞിട്ട്. എന്തിനാണ് മുതലാളി ബൈമേക്ക് കൊല്ലാൻ പറഞ്ഞത്? അത് മാത്രം മുതലാളി എന്നോട് പറഞ്ഞില്ല. പക്ഷെ സാധാരണ ഇതെല്ലാം മനസ്സിലായി. എന്ന് വെച്ച് ഞാൻ ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. കണ്ട അണ്ടനും അടവോടിനും വേണ്ടി ഒരു ക്രൂരകൃത്യവും ഈ സാധാരണ ചെയ്യില്ല. പക്ഷെ മുതലാളിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എല്ലാ മുതലാളിക്ക് വേണ്ടി ഞാൻ എത്ര നാൾ വേണമെങ്കിലും മദ്രാസിൽ ഒളിച്ച് താമസിക്കും. തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എന്റെ സുഭദ്രയെ കല്യാണം കഴിക്കാൻ. മുതലാളി